ഓക്കെ, നമ്മൾക്ക് അടുത്ത ടോപ്പിക്ക് വെബ് ഡിസൈനിങ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെബ് പേജസ് എന്തൊക്കെ ആയിരിക്കണം എന്ന് ഡിസൈൻ ചെയ്യുക. ഇപ്പം ഒരു സ്കൂളിൻ്റെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഹോം പേജ് ഏത് തരത്തിലുള്ളതായിരിക്കണം എന്ന് നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇനി അതിൽ നമ്മൾ സ്കൂളിലുള്ള ഏതൊക്കെ കോഴ്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു വെക്കണം. കഴിഞ്ഞ് എന്തൊക്കെ ഫെസിലിറ്റീസാണ് നമ്മുടെ സ്കൂളിലുള്ളത്, കോണ്ടാക്റ്റ് അഡ്രസ്സ് എന്തായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലേ. ഇനി നമ്മൾ ആ സ്കൂളിൻ്റെ കാര്യങ്ങൾ, അതായത് മറ്റ് അക്കാഡമിക് വെബ്സൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെയുള്ള ലിങ്ക് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്കൂൾ സൈറ്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്, ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, ഇനി ഇങ്ങനെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ പോപ്പുലറായിട്ടുള്ള സോഫ്റ്റ്വെയറൊക്കെ നമുക്ക് ഇപ്പോൾ അവൈലബിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ എല്ലാ തരത്തിലുള്ള ടൂൾസും ഈ സോഫ്റ്റ്വെയറുകളിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫയലിനെ സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഈ വെബ് ഡിസൈനിങ് ടൂൾസിൽ അവൈലബിളാണ്. FTP പ്രോട്ടോക്കോൾ ഉപയോഗിച്ചാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്: ബ്ലൂഫിഷ്, ബൂട്ട്സ്ട്രാപ്പ്, അഡോബ് ഡ്രീം വീവർ, മൈക്രോസോഫ്റ്റ് എക്സ്പ്രഷൻ വെബ്, ഇങ്ങനത്തെയൊക്കെയാണ്. ഇതിനകത്ത് എല്ലാം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ആയിരിക്കും ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് അതിൻ്റെ കോഡ് എഴുതാനുള്ള സംവിധാനം, അതിൻ്റെ എഡിറ്റിങ്ങിനുള്ള സംവിധാനം, അതുപോലെ റൺ ചെയ്ത് നോക്കാനുള്ള സംവിധാനം, ഇതെല്ലാം ഒരേ ഏരിയയിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയറിൻ്റെ പേജാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ബ്ലൂഫിഷ് എന്ന് പറഞ്ഞ ഇതിൻ്റെ പേജാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഡ്രീം വീവറിൻ്റെ പേജാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇനി നമുക്കിങ്ങനെ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് ഈ HTML എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ കമാൻഡ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്ന നോക്കാം. എഡ്യൂക്കേഷണൽ പോർട്ടൽ DHSC Kerala.gov.in അല്ലേ, ഈ സൈറ്റിൻ്റെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന പേജിനെയാണ് നമ്മൾ ഹോം പേജ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഹോം പേജ് കണ്ടാൽ നമുക്ക് അതിൻ്റെ പേര് ഒക്കെ മനസ്സിലായിട്ടുണ്ട്. ലോഗിൻ ചെയ്യാൻ, ഓരോ സ്കൂളുകൾക്ക് ലോഗിൻ ചെയ്യാനുള്ളൊരു പേജൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഓരോ നമ്മൾ ഈ ചുരുട്ടി വെച്ചിട്ടുള്ളൊരു കൈ പോലെയുള്ളത് വരുമ്പോൾ ഓരോ വെബ്സൈറ്റിലേക്കുള്ള ലിങ്കാണ് ഇതെല്ലാം. അപ്പോൾ ഇവിടെ കണ്ടാൽ നമ്മൾ അസാപ്പ് കോഴ്സിനൊക്കെ ചേർന്നിട്ടുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് അഡ്മിഷൻ്റെ സൈറ്റിലേക്കുള്ളൊരു ലിങ്കാണ്. അതുപോലെ വോട്ടേഴ്സിൻ്റെ ഇത് കാണണമെങ്കിൽ ഇത് നമ്മൾ സമഗ്ര എന്ന് പറഞ്ഞ പോർട്ടലുണ്ടല്ലോ, അതിലേക്കുള്ള ലിങ്കാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഈ HSCAP എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഇനി ഇവിടേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അഡ്മിഷൻ്റെ വെബ്സൈറ്റായ hscap.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോകും അല്ലേ. ഇവിടെ നമ്മൾ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മളിവിടെ നിന്ന് നമുക്ക് എക്സാമിനേഷൻ്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഫസ്റ്റ് ഇയർ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ എക്സാമിനേഷൻ എന്ന് പറഞ്ഞത് ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വേണം നമുക്ക്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പുതിയ പേജ് നമുക്ക് ഓപ്പൺ ആക്കി തരുന്നുണ്ട്. ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ പോർട്ടലിലെ ഒരു വെബ് പേജാണ് നമുക്കിപ്പോൾ ഓപ്പണായിട്ട് വരുന്നത് അല്ലേ. ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു ഫയലാണ് നമുക്കിപ്പോൾ ഓപ്പൺ ആക്കി കിട്ടുന്നത്. താമസിക്കുന്നുണ്ട്. ഓക്കെ, അത് ഡൗൺലോഡ് ആയിട്ട് വരട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ ഓരോന്നും കാണിച്ചിരിക്കുന്നത്
ഇതിൻ്റെ അക്കാഡമിക്കായിട്ടുള്ള സർക്കുലറുകളാണ് ഇവിടെ ഉള്ളത്, അഡ്മിനിസ്ട്രേഷനായിട്ടുള്ള ബന്ധമുള്ളത്, കരിയർ ഗൈഡൻസ് ബന്ധമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തരത്തിലാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ട്, അതായത് ഓരോ ഹെഡിങ്ങിൻ്റെയും അണ്ടറിലാണ് നമ്മൾക്ക് ഈ സർക്കുലറുകളൊക്കെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. എക്സാമിനേഷൻ്റെ സർക്കുലർ എല്ലാം ഈ ഭാഗത്തേ ഉണ്ടാവുള്ളൂ, അക്കാഡമിക് ആയിട്ടുള്ളത് ഈ ഭാഗത്തായിരിക്കും വരുന്നത്. അതുപോലെ അഡ്മിനിസ്ട്രേഷൻ തലത്തിലുള്ളത് ഈ സ്ഥലത്തിലായിരിക്കും വരുന്നത്. ഇത് ടീച്ചേഴ്സിൻ്റെ പോസ്റ്റിങ്ങും കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കരിയർ ഗൈഡൻസിൻ്റെ കാര്യം ഇവിടെ വരുന്നു. NSSനെ കുറിച്ചുള്ളത് ഇവിടെ വരും. ഫിനാൻസ് സംബന്ധമായിട്ടുള്ളത് ഇവിടെ വരും. അത്തരത്തിലായിരിക്കും. ഇപ്പോൾ നമ്മുടെ പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടാവുമേ, നോക്കാം. ഫീസ്, സപ്ലിമെൻ്ററി പരീക്ഷയുടെ ഫീസ് അടയ്ക്കുന്നത് തീയതി നീട്ടിയതാണ്. അപ്പോൾ ആദ്യം 19 18 അതിന് 20 നീട്ടി. അപ്പോൾ ഈ ഒരു സർക്കുലർ വന്നിരുന്നത് നമ്മൾക്ക് ഈ എക്സാമിനേഷൻ എന്ന് പറയുന്ന ഭാഗത്തായിരുന്നു അല്ലേ. അപ്പോൾ ആ പേജിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വെബ് പേജസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. 2 തരത്തിൽ നമുക്ക് വെബ് പേജസിനെ ക്ലാസിഫൈ ചെയ്യാം. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസ്. സ്റ്റാറ്റിക് വെബ് പേജിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ്, സ്റ്റാറ്റിക് വെബ് പേജസ് ആർ വെബ് പേജസ് ദാറ്റ് റിമൈൻ ദ സെയിം ഓൾ ദ ടൈം അല്ലേ, അൺടിൽ ദെയർ കോഡ് ഈസ് ചേഞ്ച്ഡ് മാനുവലി. നമ്മൾ കോഡ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അപ്പിയറൻസ് എപ്പോഴും സെയിമായിട്ട് നിലനിൽക്കുന്നതാണ്. അങ്ങനെയുള്ള വെബ് പേജിനെയാണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അതായത് ജാവാ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ് പോലെയുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഡെവലപ്പ് ചെയ്തപ്പോൾ നമുക്ക് ഈ വെബ് പേജസിൽ ആനിമേഷൻസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. കളറ്, സ്റ്റൈല്, ഈ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. മൗസ് പോയിൻ്റർ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കതൊക്കെ മാറ്റാം എന്നുള്ളതൊക്കെ സ്ഥിതികൾ വന്നത് ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഡെവലപ്പ് ചെയ്തതോടുകൂടിയാണ്. ഇപ്പോൾ നമ്മളിതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഉപയോഗം നമ്മൾ കണ്ടിട്ടുള്ളത് അഡ്മിഷൻ സമയത്ത്, അതുപോലെ റിസൾട്ട് എടുക്കുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന അഡ്മിഷൻ നമ്പറിന് അനുസരിച്ച് നമ്മുടെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുക എന്ന് പറയുന്നത് ആണ്. അപ്പോൾ ഓരോ തവണയും അഡ്മിഷൻ നമ്പർ മാറുന്നതിനനുസരിച്ച് കമ്പ്യൂട്ടർ സ്ക്രീനിലുള്ള പേജും വ്യത്യാസപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചാണ് സ്ക്രീനിൽ എന്ത് ഡിസ്പ്ലേ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? വെബ് സെർവറാണ് അല്ലേ. അപ്പോൾ നമ്മൾ ക്ലയൻറ്റിലിരുന്ന് ഈ പറഞ്ഞ അഡ്മിഷൻ നമ്പർ ഇൻപുട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് പേജ് സ്ക്രീനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അത് വെബ് സെർവറാണ് നമുക്കത് കണക്ട് ചെയ്തൊക്കെ തരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് സാധ്യമാകുന്നത് PHP, ASP, JSP പോലെയുള്ള ഡൈനാമിക് വെബ് പേജ് ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും തമ്മിലുള്ള ഡിഫറൻസ് ഒരു 4 കാര്യം നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടൻസ് സെയിം ആയിരിക്കും, വല്ല ഫിക്സഡ് ആയിരിക്കും. ഇവിടെ നമ്മൾ ഓരോ സമയത്തും കണ്ടൻസ് വ്യത്യാസപ്പെടും. ഡൈനാമിക് വെബ് പേജിൽ ഇവിടെ ഡേറ്റാബേസ് ഉപയോഗിക്കുന്നില്ല, ഇവിടെ ഡേറ്റാബേസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ബ്രൗസർ എന്താണ്, സ്റ്റാറ്റിക് വെബ് പേജിൽ ബ്രൗസറാണ് ഈ വെബ് പേജിനെ റൺ ചെയ്യുന്നത്. ഡൈനാമിക് വെബ് പേജിലോ സെർവർ സൈഡിലുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകളാണ് ഈ ഡൈനാമിക് വെബ് പേജിൻ്റെ കണ്ടൻസിനെ എക്സിക്യൂട്ട് ചെയ്യിക്കുന്നത് അല്ലേ. ഇത് ഡെവലപ്പ് ചെയ്യാൻ, സ്റ്റാറ്റിക് വെബ് പേജ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഡൈനാമിക് പേജിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് കുറച്ച് ടെക്നോളജിയൊക്കെ ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്റ്റാറ്റിക് വെബ് പേജ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉപയോഗിക്കുന്ന ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞല്ലോ. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ജാവാ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, PHP, പേൾ ഇങ്ങനെയുള്ള ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ഓക്കെ, ഇപ്പോൾ ഈ HTML ആണെങ്കിലും ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് എഡിറ്ററിനെ ഉപയോഗിക്കാം. അതായത് നമ്മൾ ഉപയോഗിച്ച C++ ഒക്കെ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിച്ച ജീനി എഡിറ്റർ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് നോട്ട് പാഡ് എഡിറ്റർ ഉപയോഗിച്ചും ഈ പറഞ്ഞ HTMLനെയും
HTML-നുള്ളിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് നമുക്ക് ടൈപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ സാധാരണ നിലയിൽ ഇത് സെർവർ സൈഡിലാണ് ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ജോലികൾ നമുക്ക് എവിടെ കൊടുക്കാം, ക്ലയൻറ്റിനും കൊടുക്കാം. സെർവർ ചെയ്യുന്ന ജോലി കുറച്ച് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലയൻസിനും ഈ പറയുന്ന കമ്പ്യൂട്ടിംഗ് കാപ്പബിലിറ്റി നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും ഉണ്ടാവും, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും ഉണ്ടായിരിക്കും. ക്ലയൻറ്റ് സൈഡ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്.